ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ മാങ്ങാക്കറിയാണ്. മാങ്ങാക്കറി തയ്യാറാക്കാൻ നല്ല പച്ച മാങ്ങയാണ് വേണ്ടത്. അതിനായി 2 സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചട്ടിയിൽ ഒഴിച്ച് ചെറുതായി അരിഞ്ഞ മാങ്ങയും പകുതി സവാളയും, മാങ്ങയുടെ പകുതി സവാളയാണ് ചേർക്കുന്നത്, സവാളയും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 6 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 2 തളിര് കറിവേപ്പിലയും ഇടും. 1 സ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇവയിട്ട് നന്നായി കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കുക. വെള്ളം ചേർക്കരുത്. മാങ്ങാക്കറിയിൽ വെള്ളം പാടില്ല. മാങ്ങ അരിയുമ്പോൾ ചെറിയ കഷ്ണങ്ങളായി അരിയുവാൻ ശ്രദ്ധിക്കണം. നന്നായി തിരുമ്മി അരമണിക്കൂർ വയ്ക്കുക. ഇപ്പോൾ മാങ്ങ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായി. ഇനി ഉപ്പെല്ലാം പിടിച്ച് മാങ്ങയും സവാളയും എല്ലാം നന്നായി ആടിയിട്ടുണ്ട്. അതിലേക്ക് 2-ാം പാൽ ഒഴിച്ച് ഇളക്കുക. ഗ്യാസ് ഓണാക്കുക. മൂടി വെച്ച് തിളപ്പിക്കുക. ഇടയ്ക്ക് മൂടി തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കൊണ്ടിരിക്കണം. ഇനി തൻപാലൊഴിച്ച് സിമ്മിലാക്കി ഇളക്കണം. തീ കുറച്ച് ഇളക്കി കൊടുക്കണം. ഫസ്റ്റ് പാലൊഴിച്ച് നന്നായി ആവി വരുമ്പോൾ ഇറക്കി വയ്ക്കാം. അത് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയാലുടൻ അല്പം ഉലുവ, 1 നുള്ളി ജീരകം, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 4 ഉള്ളി ചെറുതായി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പില. ഉള്ളി ചുമന്ന നിറമാവുമ്പോൾ ഗ്യാസ് ഓഫാക്കി 1 സ്പൂൺ ചതച്ച മുളക് പൊടിയും ഇടുക. എല്ലാം കൂടി യോജിപ്പിച്ച് കറിയിൽ ഒഴിക്കുക. മാങ്ങാക്കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ കൂടുതൽ വേണം. നല്ല കട്ടിയുള്ള തേങ്ങ പാലൊഴിച്ചാൽ മാത്രമേ കറിക്ക് രുചി കിട്ടുകയുള്ളൂ. മാങ്ങാക്കറിക്ക് പുളി കൂടിയാൽ അല്പം 1 സ്പൂൺ പഞ്ചസാര ഇട്ട് ഇളക്കുക. പുളി കുറഞ്ഞു പോയാൽ 1 സ്പൂൺ വിനാഗിരി ഒഴിക്കുക.